മിനിഞ്ഞാന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഇന്റർവ്യൂ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വലിയ അതിശയം എന്ന് വെച്ചാൽ വലിയ അതിശയമൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇത് ഇവിടെ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് അത്ഭുതം എന്ന് പറയാൻ പറ്റുന്നതാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. പക്ഷെ ഈ സ്ത്രീകളുടെ ഒക്കെ കുറെ അധികം ഇന്റർവ്യൂവും കാര്യങ്ങളും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. 1000, 1500, 3000-ലധികം ക്ലയൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു പുള്ളിക്കാരിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. അതെല്ലാവരും നോർമലൈസ് ചെയ്താണ്. കാരണം സ്ത്രീകൾ സാധാരണ ഇങ്ങനെ പോവുക എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളെ പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് തന്നെ ഇതുപോലത്തെ വേശ്യാലയങ്ങൾ ഉണ്ട് എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരു ഷോക്കിലൂടെ ആയിരിക്കും ചിലപ്പോൾ ചിലവരിലോട്ട് കേൾക്കുന്നത് ഒരു മെയിൽ ഇങ്ങനെ പോവും. മെയിൽ അതെ. അപ്പം അത് നമ്മൾ അനലൈസ് ചെയ്തേ പറ്റുള്ളൂ. മെയില് പോകുന്നതുകൊണ്ട് അവരുടെ സിറ്റുവേഷൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരുടെയും ഇങ്ങനെ ഒരു കേസിന് അവർക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ഒരു കാര്യമാണ് സിറ്റുവേഷൻ ആണ്, സിറ്റുവേഷൻ കാരണമാണ് ഞാൻ ഇങ്ങനെയായി പോയത് എന്നൊക്കെ പറയാൻ സാധാരണ കാര്യം തന്നെ. അപ്പം ഇന്നലെ നമുക്കൊരു ചാനലിലൂടെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെയുള്ളവരൊക്കെ ഇന്റർവ്യൂ ചെയ്യേണ്ടത് എന്താണ്? അപ്പൊ ആ ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കുറെ അധികം കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ തന്നെ റെമനൈസേഷൻ. ഒരുപാട് നമ്മൾ ഒരു ദിവസം പോകുമ്പോഴത്തേക്ക് 10,000-15,000 രൂപ മുതൽ 1,00,000 രൂപ വരെ കിട്ടുന്നു എന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നമ്മുടെ സമൂഹത്തിനോട് സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് എല്ലാവരും ഒരുപോലെ എടുക്കണമെന്നില്ല. എല്ലാവരും നല്ല പോസിറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊണ്ട് കളയേണ്ടത് തള്ളിക്കളഞ്ഞുകൊണ്ട് എല്ലാവരും എടുക്കണമെന്നില്ല. അപ്പം ആരുടെങ്കിലും ഈ ഇന്റർവ്യൂ കാണുന്ന ഒരു 5% അല്ലെങ്കിൽ 1% ആൾക്കാരിലൂടെ കൊള്ളാലോ, പരിപാടി കൊള്ളാലോ, നമുക്ക് ഒരു കൈ നോക്കിയാൽ എന്താണെന്ന് ഒരു പക്ഷെ വിചാരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂ വളരെ ഒരു ഫെയിൽഡ് സിസ്റ്റമായിട്ട് മാറുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പൊ ഇതൊക്കെ ഒരു ആവശ്യമുള്ള കാര്യമാണോ? ഇത് വേണ്ടവർ അറിഞ്ഞു വേണമെങ്കിൽ പൊക്കോളും. ഇനി അറിയാത്തവരെയും കൂടി ഇത് അറിയിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അപ്പം എന്താണെന്ന് വെച്ച് താമസിക്കും. നമുക്ക് ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വരാം. നമസ്കാരം. കുറച്ച് സെക്യൂരിറ്റി റീസൺസ് ഉള്ളതുകൊണ്ടും കുറച്ച് പ്രൈവസി റീസൺസ് ഉള്ളതുകൊണ്ടും ഞങ്ങൾ നിങ്ങളുടെ പേര് പരാമർശിക്കുന്നില്ല, ഞങ്ങൾ നിങ്ങളുടെ മുഖം റിവീൽ ചെയ്യുന്നില്ല. ഓക്കെ. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് എനിക്കറിയാം. കേരളം പോലുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കഥ കേട്ടിട്ടുണ്ട്. അവരുടെ ലൈഫ് പല മാധ്യമങ്ങളിലൂടെ പല മീഡിയത്തിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലൈഫ് എങ്ങനെയാണ് നിങ്ങളെ പോലുള്ള ആൾക്കാർ ഇവിടെ കേരളത്തിൽ വളരെ സജീവമാണോ? എങ്ങനെയാണ് ഒരു ജിഗോളുടെ ലൈഫ് ഇവിടെ? അത് കേരളത്തിൽ മാത്രമല്ല, ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. തമിഴ്നാട്, ബാംഗ്ലൂർ, മുംബൈ, സ്പെഷ്യലി കേരളം അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്ഥലത്തും എല്ലാവരും വിളിക്കാറുണ്ട്. വിളിക്കുന്ന സ്ഥലത്തൊക്കെ പോകും, എല്ലാവരും കാണും. ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യാൻ കാരണം? അതായത് ഇതൊരു ലൈഫിന്റെ ഭാഗമായിട്ട് ഒരു ചോയ്സ് ആയിരുന്നു, അതല്ലെങ്കിൽ ലൈഫ് സിറ്റുവേഷൻ കൊണ്ട് എത്തിച്ചതാണോ ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക്? എന്താ പറയാ? ഇല്ല, എൻ്റെ ഒരു ലൈഫിന്റെ സാഹചര്യം, സിറ്റുവേഷൻ കൊണ്ട് ഞാൻ പിന്നീട് ഇതിനെ ചൂസ് ചെയ്തതാണ്. സ്റ്റാർട്ടിംഗിൽ ഇതിനെ ചൂസ് ചെയ്തില്ല. കുറെ ഓഫർ എനിക്ക് ഉണ്ടായിരുന്നു. ഇതിൽ വരുന്നു, ചെയ്യുന്നു, നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടും, അങ്ങനെയൊക്കെ കുറച്ച് പേര് പറഞ്ഞിരുന്നു. അപ്പം ഞാനിത് ചൂസ് ചെയ്തില്ല. പിന്നീട് എനിക്ക് എൻ്റെ ലൈഫ് അതിന്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്തതാണ്. അപ്പം ജീവിത പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞാണ് ഇതിനകത്തെ ഒരു ആള് വന്നിട്ട് മുഖംമൂടിയൊക്കെ ഇട്ട് വെച്ചിരുന്ന് പറയുന്നത്. പക്ഷെ മുഖംമൂടി ഇട്ട് വെച്ചോന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇയാളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം പുള്ളി തന്നെ ഇതിനകത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കമന്റ് ബോക്സിൽ അടി തന്നെ കുറെ അധികം കമന്റ് വന്നിട്ടുണ്ട്. ഇതാ സൊമാറ്റോ ബോയ് അല്ലേ, ഇതാണ് അയാളുടെ സ്റ്റാറ്റു വരെ എടുത്തിട്ട് കമന്റ് ബോക്സിൽ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഇയാൾ മുഖംമൂടി വെച്ച് നടക്കണോ എന്നൊരു സംശയമുള്ളൂ. അപ്പം ഇന്ന ആളാണെന്നൊക്കെ കുറെ അധികം ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ജിഗ്ലോ എന്ന് പറഞ്ഞ പേര് എന്നാണെങ്കിലും കേരളത്തിൽ ഒന്നും കൂടി ഒരു ഫേമസ് ആകാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ഇന്റർവ്യൂ വഴി അത്യാവശ്യം അധികം ആൾക്കാരിലോട്ട് ഇങ്ങനെ ഒരു ടൈം എത്തിക്കുകയാണ്. അപ്പൊ ഇതിലൊരു ജിഗ്ലോയ്ക്കുള്ള പ്രൊമോഷനും കൂടെയാണ്. അപ്പം എന്താണ് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്, എന്താണ് ഇതിന്റെയൊക്കെ ആവശ്യകത എന്ന്? ഒരു പക്ഷെ ഒരാളുടെ ജീവിതം, പച്ചയായ ജീവിതം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അറിയിക്കാനാണെങ്കിലും ഇതിന്റെ ഒരു ആവശ്യകത ഉണ്ടോ? കാരണം ഇതിപ്പം കാലം വല്ലാത്തതാണ്. ഒന്നാതെ ഈ ജോയിന്റിന്റെയും പൊടിയുടെയും കാര്യങ്ങളും എല്ലാമായിട്ട് ഒരുമാതിരിപ്പെട്ട നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയാണ് ഇങ്ങനെ ഒരു ഫ്രീ പ്രൊമോഷനും കൂടെ കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ചെറിയ പിള്ളേർക്ക് സംഭവം ശരിയാണല്ലോ, സംഭവം ചുളിവിന് നടക്കുകയും ചെയ്യാം, അടിപൊളി കാശും കിട്ടുമെന്ന് പോയി പെട്ടുകൊടുക്കാൻ വേണ്ടി ചിന്തിക്കും ചിലപ്പോൾ ചില പിള്ളേർ സെറ്റ് ആണെങ്കിലും. പക്ഷെ ഇതിനകത്ത് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവന്മാര് പറയുന്ന ഇതാണ് പൈസ എന്ന് പറയുന്നത്. ഏതാണ്ട് 15,000 രൂപ മുതൽ അങ്ങോട്ട് 1 രൂപ വരെ കിട്ടുമെന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ അതിനകത്തൊരു ട്രാപ്പ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. നിന്നെ ആരെ ഇവിടെ വെച്ച് പൊറപ്പിക്കുന്നത്? ഞാൻ ഒരു വാടക വീട്ടിൽ താമസിച്ചപ്പോൾ അടുത്തുള്ള 1-2 പേര് അറിയുന്നവരുണ്ടായിരുന്നു. നിനക്കാരെ ഇവിടെ വീട് തന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എനിക്ക്. പിന്നീട് ഞാൻ നാട് വിട്ടു പോകേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പൊ ഞാൻ നാട്ടിലല്ല, പുറത്തൊരു സ്ഥലത്താണ് ഇപ്പോൾ. അപ്പം പൈസ നോക്കി പോകുന്ന പയ്യന്മാരോട് പറഞ്ഞത് കൊള്ളാലോ പരിപാടി എന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്ക് മോനെ 10,000, 15,000, 25,000 രൂപയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് വരുന്ന ചേച്ചിമാരെന്ന് പറഞ്ഞാൽ നല്ല പരിപാടി അറിയാവുന്നവരായിരിക്കും വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറമായിരിക്കും കാര്യങ്ങൾ. എന്നാ വെച്ചെങ്കിൽ
യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, അവർക്ക് വർത്ത് ആകണമല്ലോ. അപ്പം അതും കൂടി ഒന്ന് ചിന്തിക്കാം. നമുക്ക് അത്ര എളുപ്പമല്ലായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അപ്പൊ ഈ ഒരു സംഭവം കണ്ട് അല്ലെങ്കിൽ എമൗണ്ട് കണ്ടിട്ട് 10 ചിക്കിലി പെട്ടെന്ന് ഉണ്ടാക്കാം, പിന്നെ കൂടെ പരിപാടി നടക്കുമെന്ന് വിചാരിച്ച് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇത് സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു ഗുഡ് മെസ്സേജ് ആണോ എന്ന് ചോദിച്ചാൽ ഗുഡ് മെസ്സേജ് അല്ല. അവയർനെസ് ആണെന്ന് ചോദിച്ചാൽ അവയർനെസ്സും അല്ല. ഇതൊരു എന്താണ് കുറെ അധികം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അത് ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് പാർട്ടീസിനോട് ഒരു ഹിന്റ് ഇട്ട് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എന്തിനാണ് ഇങ്ങനത്തെയൊക്കെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു വേർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, സിനിമാ നടികളെ എല്ലാവരെയും ഇതിനകത്തൊന്ന് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം എന്താണ് ഈ ബൗൺസേഴ്സ് ആയിട്ട് സിനിമാ നടികന്മാരുടെ കൂടെ ഇവർ പോകും, അല്ലെങ്കിൽ ക്യാമറമാൻ ആയിട്ട് പോകും, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് പോകും. അപ്പം അവർ വിചാരിക്കും, മറ്റുള്ളവർ വിചാരിക്കും ഞങ്ങൾ ഇവരെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ബൗൺസേഴ്സ് അല്ലേ എന്ന് വിചാരിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അതല്ല, അത് കഴിഞ്ഞിട്ട് അവർക്ക് പറ്റിയൊരു സേഫ് സമയം വരുമ്പോഴത്തേക്ക് ഞങ്ങൾ പരിപാടി നടത്തുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് സിനിമാ നടിമാരിലേക്കും സെലിബ്രിറ്റിയിലോട്ടൊക്കെ വിരൽ ചൂണ്ടുന്ന ഒരു സംഭവമാണ് ഇവിടെ എടുത്തു വെക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും നാളെ ഒരു സിനിമാ നടിയുടെ കൂടെ ഒരുത്തന്നെ കണ്ടു ഇനി അവൻ ജിഗ്ലോയാണോ എന്ന് സംശയിക്കാൻ ഒരു സംഭവം കൂടി ഇവിടെ ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാരെയും ഒരു ക്വസ്റ്റ്യൻ മുന്നിൽ നിർത്തുന്ന ഒരു ഇന്റർവ്യൂ ആയിപ്പോയി ഇത്. നിങ്ങൾ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സ് ഉണ്ടാവാറുണ്ട്, സെലിബ്രിറ്റീസ് അടക്കം നിങ്ങളെ കോൾ ചെയ്യാറുണ്ട് എന്നുള്ളത് വളരെ സജീവമായിട്ട് തന്നെ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സിൽ അപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ടോ? കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട് സെലിബ്രിറ്റീസ് എൻകൗണ്ടേഴ്സ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തു നിന്നും വിളിക്കാറുണ്ട്, പോകാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെ സെലിബ്രിറ്റീസ് നിങ്ങളെ കണക്ട് ചെയ്യുന്നത് എങ്ങനെ? അതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, ഫേസ്ബുക്ക്, അങ്ങനെ കുറെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. ഇതുവഴിയാണ് അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. ഓക്കെ. സ്റ്റാർട്ടിങ്ങിൽ കോൺടാക്ട് ചെയ്ത ഉടനെ മീറ്റ് ചെയ്യാമോ അങ്ങനെയൊന്നും ചോദിക്കില്ല. ഫസ്റ്റ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. നമുക്കറിയാമല്ലോ അവർ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം ഫുള്ള് ചാറ്റിങ്ങും വിളിയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചോദിക്കും ഒരു ദിവസം എൻ്റെ കൂടെ സ്റ്റേ ചെയ്യാമോ, നമുക്ക് എവിടെയെങ്കിലും. ഈ നാളെ ഇത് ഇൻഡസ്ട്രിയിലുള്ളവര് സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്നവർ ഇന്നാളെ എങ്ങനെ പ്രതികരിച്ച് വരുമെന്ന് അറിയത്തില്ല. അപ്പം ഇത് അതിനൊരു വെല്ലുവിളിയാവുകയാണ്. ഇനി സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്നവര്, ഇൻഡസ്ട്രി മേഖല നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ ഈശ്വര ഇനി അങ്ങനെ കരുതുമെന്ന് വിചാരിക്കും. പിന്നെ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് വലിയ വലിയ മുതലാളിമാരുടെ വൈഫ് വിളിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഷോപ്പിംഗ് പോകാമോ, അല്ലെങ്കിൽ ഒരു പിക്നിക് പോലെ പോകാമോ, ഒരു ദിവസം നിങ്ങളുടെ പേയ്മെന്റ് എത്രയാണ് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ അതിൽ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ സിനിമയിൽ ഉള്ള നടിമാരോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഒക്കെ വിളിക്കുന്ന സമയത്തൊക്കെ ഇവരുടെയൊക്കെ പ്രൈവസി ഭയങ്കര ഇവർ വളരെയധികം സൂക്ഷ്മമായിട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെ അവരുടെ പ്രൈവസി നിർത്തിക്കൊണ്ട് നിങ്ങളെ കണക്ട് ചെയ്യുകയും വിളിക്കുകയും ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ സ്ഥലത്താണ് അവർ വിളിക്കുന്നത്. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ക്യാമറമാൻ പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റന്റ് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കപ്പ് മാൻ പോലെ, അങ്ങനെയൊക്കെയാണ് അവർ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പുറത്തുള്ളവർ കാണുമ്പോഴും അങ്ങനെ വേറെ സംശയിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഒന്നുമില്ലായിരിക്കും. അവർ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ആയതുകൊണ്ട് അവർക്ക് കുറേ കോൺടാക്ട് ഒക്കെ കാണുമല്ലോ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അവിടെ കൂടെ പോകുന്നത്. ഓക്കെ. ആരാ അപ്പം നിങ്ങളുടെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്, എങ്ങനെയാണ്? എന്താ അപ്പം നിങ്ങളുടെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണോ, അല്ലെങ്കിൽ നിങ്ങളെ സമീപിക്കുന്ന ക്ലയൻസ് ആണോ? ഇല്ല, ഞങ്ങളുടെ റേറ്റ് ഞങ്ങളാണ് ഫിക്സ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു ദിവസം ഇത്ര രൂപ വേണം. അതായത് ഇപ്പോൾ ഞങ്ങളെപ്പോലെ വേറെ കുറേ പേരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ മാത്രമല്ല ഈ ഫീൽഡിൽ, എനിക്കറിയാവുന്ന വേറെയും 1-2 പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കും നിങ്ങളുടെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് പെർ ഡേക്ക് ഇത്രയാണ്, ഇതാണ് റേറ്റ് എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ അതനുസരിച്ചിട്ട് എൻ്റെ കപ്പാസിറ്റിയുള്ള റേറ്റ് ഞാൻ ഫിക്സ് ചെയ്യും. ഓക്കെ. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? എങ്ങനെയാണ് ആ റേറ്റ്? ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സിലത്തെ ആൾക്കാരാണ്, അതിന് മുമ്പ് ചാറ്റ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും അറിയാമല്ലോ ഇവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു 15,000 നിന്നും ഒരു 20-22 അങ്ങനെയൊക്കെ. കുറച്ച് റിച്ച് ഒക്കെ ആണെങ്കിൽ 25 to 50 അങ്ങനെയാണ് റേറ്റ് പെർ ഡേ. ഒരു പണിക്കും പോകേണ്ട 2-2.5 ലക്ഷം രൂപ മാസം സമ്പാദിക്കാം എന്നൊക്കെ പറയുന്ന ഇവിടെ പറഞ്ഞു വെക്കുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ വിചാരിക്കും പിന്നെ ഇനി കല്യാണം കഴിച്ച ചേട്ടന്മാരൊക്കെ കൊള്ളാലോ സംഗതി എന്ന്, പെണ്ണുമ്പിള്ളെ അറിയാതെ ഒന്ന് പോയി നോക്കിയാലോ എന്നൊക്കെ പറയുന്നത് പെട്ടുപോകുന്ന അവസ്ഥയാണ്. ദൈവത്തെ ഓർത്ത് ഇങ്ങനെ ആരും പോയി പെടരുത് എന്ന് മാത്രമേ പറയുള്ളൂ. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും പോകരുത്. നല്ല റിസ്ക് ഉണ്ട്. ഇയാളുടെ കുറെ അധികം ജീവിത കാര്യങ്ങളും ഇതിനകത്ത് വന്ന് മാസം ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഈ ഇന്റർവ്യൂയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തെ ഓർത്ത് കൊച്ചു പിള്ളേർ ഒന്നും നിങ്ങൾ ഈ ഒരു പാത്ത് നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുക. ഇത് വളരെ റിസ്ക് ആണ്. അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ലൈഫിനേക്കാളും ഒരുപാട് ഡിഫിക്കൽട്ടും ഡിഫറെന്റുമായിട്ടുള്ള ഇത് സംഭവമാണ്. അപ്പം ഞാനായിട്ട് ഇവിടെ കൂടുതൽ പറഞ്ഞത് ഇതാക്കുന്നില്ല. നിങ്ങൾക്ക് ചിന്തിക്കാനും എല്ലാം എടുക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ, ബുദ്ധിയും ബോധം ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അത് അതിൻ്റെതായ രീതിക്ക് എടുക്കുക. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലായിരിക്കും ഈ 10,000, 15,000, 20,000 ഒക്കെ ഒരു ജോലി എടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് നല്ല പോലെ പണിയെടുപ്പിക്കുകയും ചെയ്യും. അത് അറിയാവുന്നവർ തന്നെയായിരിക്കും അഫ്കോഴ്സ് ഇതിനടുത്തേറ്റ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാനുള്ളതല്ലേ ഉള്ളൂ. പിന്നീട് എന്താണ് ഇവർ പറയുന്നുണ്ട്, ഇത് എടുക്കുന്ന ഇഞ്ചക്ഷൻ കാര്യങ്ങള്, ബോഡി മെയിൻ്റെനൻസ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് പിന്നെയും പറയാനുള്ള ഇതുപോലത്തെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇന്റർവ്യൂസിന്റെ ആവശ്യമില്ല. ഇതൊരു ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അയ്യോ ഇതെന്താണ് ഒരു പുതുമ നമുക്ക് തോന്നിക്കും. കാരണം മലയാളത്തിൽ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നമ്മൾ കാണുന്നത്. നമ്മൾ മുമ്പ് ലേഡീസിന്റെ കണ്ടിട്ടുണ്ടല്ലോ, പല ചാനലിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു മെയിൽ ആളുടെ ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിലൂടെയാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും വണ്ടർ അടിച്ചു പോകും. നല്ല റീച്ച് കിട്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇത്.
സെറ്റിൽ ഇങ്ങനെയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് ഏത് വേണം, ഏതാണ് നല്ലത്, ഏതാണ് മോശമെന്ന് തിരിച്ചറിയാനുള്ള ബോധമുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ആരും ഇൻഫ്ലുവൻസ് ആവരുത്, ആ വഴിക്ക് പോകരുത്. എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു മനസമാധാനമാണ് ഏറ്റവും വലുത്. ഇതിന്റെ പുറകിൽ പോയിട്ടുള്ള നമുക്ക് ഒരിക്കലും മനസമാധാനമോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ നോർമൽ ലൈഫിനെ പോലെയുള്ള സുഖവും കാര്യങ്ങളും ഒന്നും അല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളോട്ട് പോകുമ്പോൾ ഒരിക്കലും ഒരു മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല. കാശ് കിട്ടുമായിരിക്കും, പക്ഷെ മനസമാധാനം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടിട്ട് ബൈ.